ഹേഗാസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ കളിക്കുന്നത്. അതിൽ നമുക്ക് ഫ്രീ മോഡ് കളിച്ച് നോക്കാം. പക്ഷേ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാത്താണെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പം നമുക്ക് ബസ് റിപ്പയർ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ കാണിക്കും റിപ്പയറിന്. ഇപ്പം കുഴപ്പമില്ല, എന്നാലും കണ്ടീഷൻ 92 ഗുഡ്. നമുക്ക് ഫ്രീ മോഡ് നോക്കാം. മോട്ടാ പോകേണ്ടത് സുലാവിശി പോകണോ മാൻസനിലോണോ? സുലാവിശിയിൽ പോവാം, നല്ല ദൂരമുണ്ട്. ദൂരത്തോട്ട് തന്നെ പോവാം നമുക്ക്. ഡെപ്ചർ സിറ്റിയാ പാലു. ഓക്കെ, ഡൗൺലോഡ്. ട്രബിളാ നെറ്റ് ഓൺ ചെയ്യണോ അവിടെ? എന്നാലേ പറ്റുള്ളൂ. പാലു വരെ പോവാം. ഓക്കെ ഗൈസ്, ഇത് ഫ്രീ മോഡാണ്. ഫ്രീ മോഡെന്ന് വെച്ചാൽ ഈ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഫ്രീ മോഡ് ഞാൻ നോർമൽ ഫ്രീ എന്ന് വെച്ചാൽ ഇപ്പം നോർമലായി പോകാനുള്ള മോഡാണ് നോക്കുന്നത്. ഫ്രീ മോഡാണെന്നാണ് തോന്നുന്നത്. ആ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യുന്നതാണെങ്കിലും കുഴപ്പമില്ല. ഏതായാലും മതി. ഞാൻ ആഗ്രഹിക്കുന്ന മറ്റേ മോഡെന്ന് വെച്ചാൽ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാതെ നോർമലായിട്ട് നമ്മളെ ചുമ്മാ ബസ്സിൽ റൈഡൊക്കെ ചെയ്യുന്നത്. സോറി, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 4 ഫയൽസ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്, സൂപ്പർ ഫാസ്റ്റ്. ഓക്കെ, അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ജേർണി ഗൈസ്. ഓക്കെ, choose destination city. Palu to Sumatra. Okay, choose destination city. ഇത് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട ബുക്കിട്ടിങ്കി അതെന്ന് തോന്നുന്നു. നമുക്ക് വീണ്ടും ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് പോകുമെന്ന് അറിയത്തില്ല. ഓക്കെ, ഡൗൺലോഡ്. ഓക്കെ, ബുക്കിട്ടിങ്കി ഞാൻ. ഓക്കെ, ഇത് ഡൗൺലോഡ് ആവാത്തത് ആവുന്നുണ്ടല്ലോ. ഒരു ഫയലേ ഉള്ളൂ. നമുക്ക് ഡെസ്റ്റിനേഷന് ഇതെങ്ങനെയാണ് സംഭവം എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു മുന്നേ, പക്ഷെ അതിൽ പാസഞ്ചേഴ്സിനെ കൊണ്ടുവന്നു. ഇത് ഞാൻ നോക്കുന്ന ഫ്രീ മോഡ് തന്നെ. ഫോർ എക്സാമ്പിൾ നമ്മൾ ചുമ്മാ കറങ്ങാൻ പോവാ ബാക്കി ആരെയും എന്നുവെച്ചാൽ പാസഞ്ചേഴ്സിനെ എടുക്കണം. നമ്മൾ ചുമ്മാ ഒന്ന് ബസ്സും കൊണ്ട് കറങ്ങിയിട്ട് വരുന്ന മോഡ്, അതാണ് ഞാൻ നോക്കുന്നത്. ഇതിപ്പോൾ ഇന്നെങ്ങാനും ഡൗൺലോഡ് ആവുമെന്ന് എനിക്ക് ഒരു ഐഡിയയില്ല. ആ നാത്തിട്ട ബസ്സിൻ്റെ വീഡിയോ മിക്കവാറും ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ സാധ്യതയില്ല. എന്നുവെച്ചാൽ ഇടും, പക്ഷെ ഫുൾ വീഡിയോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റത്തില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അത്രയും മിനിറ്റ്സ് ആയിപ്പോയി. പിന്നെ ഒന്നും കൂടെ കട്ട് ചെയ്യുന്ന അല്ലും ഭേദം ഒരു കട്ട് തന്നെ മതി. നോക്കട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ വീഡിയോ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അത് കട്ട് ചെയ്ത് പകുതി എന്തായാലും ഇടും, അത് ഉറപ്പാണ്. ഡൗൺലോഡ് ആവാത്തത് എന്നാൽ ഞാൻ പിന്നെ ഡോക്ടർ പില്ലിൻ്റെ ഒരു വീഡിയോ എടുത്തായിരുന്നു. അതിന് എനിക്ക് അപ്ലോഡ് ചെയ്യണം. ഇനിയും നിറച്ചും വീഡിയോസ് ഉണ്ട്. ഇതിപ്പം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ കാണുമ്പം അപ്പോഴാണെങ്കിൽ വീഡിയോസിൻ്റെ ഇത് കുറേ ആയിരിക്കും. കാരണം ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്തില്ല, ഇനി ഇതിന് മുന്നേ എനിക്ക് നിറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. എൻ്റെ ഫോൺ ചൂടാവോ പണിയാവോ? ഡൗൺലോഡ് ആവുന്നില്ല പണ്ടാരം. ഫോണിൽ 12% ചാർജേ ഉള്ളൂ. അടിപൊളി. തെങ്ങാനും പണി പാളുമെന്നോ. ഇത്രയും MB ഡൗൺലോഡ് ചെയ്യണം. നമുക്ക് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുക. കമോൺ ഡൗൺലോഡ്, യു ക്യാൻ ഡു ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ സാറേ? ചൂസ് ഡെപ്പാച്ചർ സിറ്റിയാ? അതൊന്നും പാലു. ഡെസ്റ്റിനേഷൻ സിറ്റി നമുക്കൊന്നും കൂടെ ചൂസ് ചെയ്യാനാണത്. ബുക്കിട്ടിങ്കി.
ഇത് ക്ലിക്കാവാത്തത്? ഡെസ്റ്റിനേഷൻ സിറ്റി ബുക്ക് കിട്ടിങ്ങില്ലേ ഞാൻ സൂചിച്ചത്? ചൂസ് ഡെസ്റ്റിനേഷൻ സിറ്റി. ആ ബുക്ക് കിട്ടിങ് തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പക്ഷെ അത് ക്ലിക്ക് ആവുന്നില്ല. ഉണ്ട്, ഞാൻ മൊബൈൽ ഡേറ്റ ഒന്ന് നോക്കട്ടെ. ഫോൺ ചൂടാവുന്നു. ബുക്ക് കിട്ടിങ് എന്ന് ക്ലിക്ക് ആവത്തടേ. ക്ലിക്ക് ആവും. ആ ഓക്കെ, ഗോ ടു പ്ലേ ദി ഷൂട്ടിംഗ് യൂണിറ്റ് ടു ഡൗൺലോഡ്. ഒന്നൊക്കെ നോക്കട്ടെ. ഡിപ്പാച്ചർ സിറ്റി പാലും ഇച്ചിരി സമയം എടുക്കും. ഡിപ്പാച്ചർ സിറ്റി പാലും. ഓക്കെ, ഡെസ്റ്റിനേഷൻ സിറ്റി ബുക്ക് കിട്ടിങ് ഗോ. വീണ്ടും ഇനി ഡൗൺലോഡ് ചെയ്യണോടെ. ഇത് സമയം എടുക്കും കേട്ടോ എന്തായാലും. ഓക്കെ, ഗോഡാ ക്ലിക്ക്. ഇത് ക്ലിക്ക് ആവാത്തത്. ഇത് പണ്ടാരാണെന്ന് ഇത് പ്രാന്ത് പിടിപ്പിക്കും. ഇത് ക്ലിക്കായിട്ടൊന്നും സംഭവിക്കാത്തത്. ബുക്ക് കിട്ടിങ്ങാണ് നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്തത്. ഇത് വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് ക്ലിക്ക് ആവത്തടേ. ഒന്നും ഞാൻ നോക്കി നോക്കട്ടെ. ഇത് സ്റ്റക്കായി പോണു. അല്ല, ഡെസ്റ്റിനേഷൻ ബുക്ക് കിട്ടിങ്ങി അല്ല. ഒന്നും കൊടുക്കാം. ഡെസ്റ്റിനേഷൻ ഡിപ്പാച്ചർ സിറ്റി പാലു. ഡെസ്റ്റിനേഷൻ സിറ്റി ബുക്ക് കിട്ടിങ്ങി ഗോ. ഓക്കെ, ഇത് മിക്കവാറും എനിക്ക് പണിയായിരുന്നു. ഇത് ഒരു ഫയലാണെങ്കിൽ എന്തൊരു സമയം എടുക്കുന്നു ഗൈസ്. എന്തോ ഇനി ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് അടുത്ത ഫയൽ വല്ലതും ഉണ്ടോ എന്ന് പറയുന്നത്. വേഗം ഒന്ന് സെറ്റാകും. ഇപ്പം തന്നെ 6-7 മിനിറ്റായി. ഇപ്പം തന്നെ 7 മിനിറ്റായി. എത്ര മിനിറ്റ് ആവുമെന്നോ ഈ വീഡിയോ. ഡൗൺലോഡ് ആവാതെ എന്തെത്ര ടൈം. Guys, 1 minute. I'll come right now. ഓക്കെ ഗൈസ്, അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനിയെങ്കിലും ഒന്ന് പോകാൻ പറ്റുമോ? ഡിപ്പാർച്ചർ സിറ്റി പാലു എവിടെ? പാലു ആ ഡെസ്റ്റിനേഷൻ സിറ്റി ബുക്ക് കിട്ടിങ്ങി ഗോ. സെറ്റ് ഗൈസ്. അതിന് മുമ്പേ നമുക്ക് മൊബൈൽ ഡേറ്റ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ലെറ്റ്സ് സ്റ്റാർട്ട് ആ ട്രിപ്പ് ഗൈസ്. ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് 11 ക്ലോസ് 10 ആയി ചാർജ്. ഇതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഈ സംഭവം. ഓക്കെ, ബസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഓക്കെ പോവാം. ഇത് മിക്കവാറും പാസഞ്ചറിൻ്റെ തന്നെ ആണോ എന്ന് സംശയമുണ്ട്. കാരണം എന്തോ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ ഫ്രീ മോഡാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പോയി നോക്കട്ടെ. ഇതെന്ത് ആംബുലൻസോ പോലീസ് ഉണ്ട്? എന്തോ സൗണ്ട്. ഓക്കെ, പോകൂ.
ഇല്ലെങ്കിൽ ഇപ്പൊ പെട്ടേനെ. ആക്സിഡന്റ് ആയി. ഒന്ന് പോവാ. തിരിക്കൂ. ഓക്കെ, നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഹായ് ഇന്നോവ. ഹായ് ഹോണ്ട സിറ്റി ചെയ്ത പോലീസ് ഉണ്ട്. കൊള്ളാലോ. വയ്ക്കോളൂ. ഇത് മറ്റേ പാസഞ്ചർ മോഡാണോന്ന് എനിക്ക് അറിയത്തില്ല. അടിപൊളി. മല്ലുവാ. തട്ടുമല്ലോ ഇത്. മല്ലുമല്ല മല്ലയോ. ഇവിടെ വഴി മാറും. ഞാൻ എടുത്തോണ്ട് പോട്ട്. ചത്ത ഇയാള് അനക്കൊന്നുമില്ലല്ലോ. ഓക്കെ, ഇത് പാസഞ്ചർ മോഡാണോന്ന് എനിക്ക് അറിയത്തില്ല. അത് ഫ്രീയും നമുക്ക് ചുമ്മാ ചുറ്റിക്കറങ്ങാനുള്ള മോഡാണോന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു മോഡിനകത്തുണ്ടോന്ന്. പിന്നെ വേറെ ഏതോ ഗെയിം ഉണ്ട്, ബസ് സിമുലേറ്റർ ഇന്ത്യ. അതും പക്ഷേ അത് ഇന്ത്യ ഉണ്ടാക്കിയതല്ല. ഈ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യക്കാരിനെ ഉണ്ടാക്കിയതാണ്. അതാണ്ട് അടുത്ത മലയോ ബസ്. എങ്ങോട്ടാണോന്ന് തോന്നുന്നു. ഇതെന്തോന്നറിയ ഇത്? ഒരു ബസ്സുണ്ട്. 15 അടിച്ചാവുന്നു. ഞാൻ അടിച്ചതല്ല, കയ്യേറി തട്ടിപ്പോയതാ. ലാസ്റ്റ് അടിച്ച 2 തവണ എൻ്റെ കയ്യേറി തട്ടിയെന്നല്ല, ഞാൻ കൂടെ അടിച്ചത്. അതിന് മുന്നേ ഉള്ളത് തുടങ്ങി പന്ന മഴ. എപ്പോൾ എടുത്താലും മഴ എന്നെ കഴിച്ചു. അതിന് മുന്നേ അടിച്ച ഹോൺസ് എൻ്റെ കയ്യേറി തട്ടിയതാണ്. കണ്ടിന്യൂസ്ലി തന്നെ അടിഞ്ഞത്. ഇതെന്താ ഹോണ്ട സിറ്റിയോ പോലീസ് ഉണ്ടോ? അതെന്താ ഞാൻ ആട്ടെ. നമുക്ക് എന്തായാലും ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. എന്തോന്നിട്ട് നല്ല മഴയാണ്. മഴയാണ്. പണിപ്പാടുന്നു. ഇതെങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് മനുഷ്യനെ. എത്തിയെന്ന് തോന്നുന്നു ഡെസ്റ്റിനേഷനിൽ. നമ്മൾ ഇത് പാസഞ്ചറിനെ പിക്കുള്ളതാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയോ? അതോ ഇത് ലോഡിംഗ് മാപ്പാണോ? What is happening? ബ്രേക്ക് ആയതാണെന്ന് തോന്നുന്നു. ഓക്കെ, നല്ല പിടി മഴയാണ്. ആർഷമാണ് ചെയ്യാൻ. നല്ല മഴയുണ്ട്. ഈ വഴി എങ്ങോട്ടാണോ പോകുന്നത്? ഈ വഴി തെറ്റി ഗൈസ്. നല്ല മഴയാണല്ലോ. ഈ മഴ സൂപ്പർ ഫാസ്റ്റ് വൈപ്പർ മോഡ് ഓൺ ചെയ്തിട്ട് പോലും മഴ ഇത് ദൂരത്തുനിന്നില്ലെന്നാണ് സത്യം. നിൽക്കാത്ത മഴയാണ്. നല്ല മഴയാണല്ലോ പോയിക്കോളൂ. എന്ന് വെച്ച് ടൈം എടുത്ത് ഡൗൺലോഡ് ചെയ്ത് വരാൻ. ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അത് വെച്ച് ടൈം എടുത്ത് നേരെ പോയി വീണ്ടും ആക്സിഡൻറ്റ്. എനിക്ക് പിന്നെ ഇങ്ങനെ ഗെയിമിലൊക്കെ നേരെ ഓടിക്കറിയത്തില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി ഞാൻ താങ്ങും. അതാ പണി. ഞാൻ അറിയാതെ ബസ്സോ കാറോ എല്ലാം ഗെയിം കളിച്ചാൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ എന്നല്ല, ഇല്ലെങ്കിൽ ഞാൻ അറിയാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി ബസ്സിനെ കൊണ്ടുപോയി ഇടിക്കും. അത് സ്ഥിരം പരിപാടി. ഓക്കെ, പോയിക്കോളൂ. നല്ല കയറ്റാണല്ലോ ഇത്. മഴ നിന്ന് മഴ തീർന്നു. വൈപ്പർ ഓഫ് ചെയ്യുമ്പോൾ വീണ്ടും തുടങ്ങും. അയ്യോ, വഴിയില്ല പോവാൻ. മാറിത്താടെ ബസ്സുകാരിനെ. നമുക്കൊക്കെ ഒന്ന് വഴിതാ. എന്ത് ഓമിനിയാ? മനസ്സുഖി ഓമിനി. അയ്യോ, ഓക്കെ.
എങ്ങോട്ടാണോ തന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ ലൊക്കേഷൻ സെലക്ട് ചെയ്തായിരുന്നു, ഞാൻ മറന്നു ലൊക്കേഷൻ. ബുക്കി ടിങ്കിയാണ് ഡെസ്റ്റിനേഷൻ. ഡിപ്പാച്ചർ എന്തുവായിരുന്നു, പാലുവാ എന്തുവായിരുന്നു. ആ പാലുവിലെത്തി നമ്മൾ. ഒന്ന് റൈറ്റ് അല്ല സോറി ലെഫ്റ്റ് എടുക്കാം. ഇൻഡിക്കേറ്റർ ഓഫ് ആയില്ലല്ലോ. ഓക്കെ ലെറ്റ്സ് ഗോ. ഇനി വന്ന് ഞാൻ പോവാം. ആ ഈ ടൊയോട്ട ഇന്നോവക്കാരാ വരുമാനി തരൂ, എനിക്ക് പോണം. എൻ്റെ ഫോണിൻ്റെ ചാർജ് ഇപ്പത്തോണ്ട് 8% പണിയാവുന്നു. ഏത് ഓ ടൊയോട്ട ഫോർച്യൂണറൊക്കെ വന്ന. ഓക്കെ ഇപ്പൊ തന്നെ 16 മിനിറ്റ്. ഇയാൾ ഇതെങ്ങോട്ട് നോക്കി എടുത്തോണ്ട് നയിക്കുന്നത്. ഞാൻ ഇവിടെ തിരിച്ചപ്പോഴത്തേക്ക് ഇയാൾ സൈഡിലോട്ട് ഇട്ടോന്നു. ഇയാളെന്തോ എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാ. സാധനം കിഡ്നാപ്പേഴ്സ് അല്ലെങ്കിൽ പോലീസുകാരൊക്കെയാ ഈ സൈഡിലോട്ട് എടുത്തോണ്ട് വരുന്നത്. ഇയാൾക്കുണ്ട് ടൊയോട്ട ഫോർച്യൂണർ. എങ്ങോട്ടാ ലൊക്കേഷൻ? ഇവിടുന്ന് റൈറ്റ്. ഞാൻ പോ. ഓക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നമുക്ക് 1 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാം. നേരെ റെസ്റ്റ് എടുക്കാം. ആക്ടിവേറ്റ് ഹാൻഡ് ബ്രേക്ക് ഇവിടെ. ഹാൻഡ് ബ്രേക്ക് ആ ഹാൻഡ് ബ്രേക്ക് ആക്ടിവേറ്റഡ്. വണ്ടിയുടെ ഓയിലും കണ്ട ഉള്ളഴിക്കായി. പിന്നെയും മഴ പെയ്യാൻ തുടങ്ങി കൈ. നല്ല ക്ഷീണം വണ്ടിയൊക്കെ ഓടിച്ചിട്ട്. ഞാൻ അങ്ങനെ തിരിച്ച് സ്ഥലത്തേക്ക് പോവാം. ഫോട്ടോ എടുക്കാനാ മാറടെ ഇങ്ങോട്ട്. വണ്ടിക്കകത്ത് തിരിച്ച് കയറാം. ലെറ്റ്സ് സ്റ്റാർട്ട് വണ്ടി. നല്ല മഴ. ഞാൻ വൈപ്പർ ഇങ്ങോട്ട് പെട്രോൾ 56 ലിറ്റർ ഉണ്ട്, കുഴപ്പമില്ല. ഓം ഇതൊക്കെ 56 ലിറ്റർ ഉണ്ട്. പക്ഷെ ഇത് പിന്നെ തീർന്നോ എങ്ങനെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. കാർ വാഷ് ഇവിടെ അടുത്തുണ്ട്. കാർ വാഷ് ഇപ്പോൾ വേണ്ട, പിന്നെ ചെയ്യാം. അത് നല്ലത്. കാർ വാഷ് ഇപ്പോൾ വേണ്ട, പിന്നെ ചെയ്യാം. നല്ല മഴ. വണ്ടി നിറച്ചും ചളിയായി. മഴ പെയ്ത സെറ്റാന്ന് എനിക്കറിയത്തില്ല. ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഒന്നും കൂടെ അങ്ങനെ വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി ഇറങ്ങുന്നത്. നേരത്തെ കൊണ്ടുപോയി ചത്തിക്കാനുണ്ട്. 125 റുപ്പീസ് അത്രയേ ആയിട്ടുള്ളൂ. ഒന്ന് നേരെ ലെഫ്റ്റ്. അയ്യോ വെട്ടേമെന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പം ജസ്റ്റ് മിസ്. അതാണ്. അല്ല ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകാനൊന്നുമില്ല. ഇതൊരു 1 വേ റോഡാണ്. രാത്രിയായ ലൈറ്റ് ഓൺ ചെയ്യട്ടെ. ആ ലൈറ്റൊക്കെ ഓൺ ചെയ്തു. എത്തിയില്ലല്ലോ. ഇതൊക്കെ 4 ലക്ഷം ദൂരമുണ്ട്, അതാ സമയം എടുക്കുന്നത്. നമ്മൾ ചുമ്മാ റൈഡ് പോവാണ് ഈ ബസ് എടുത്ത്. അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാൻ ഇത് ഫ്രീ മോഡാണ് ശരിക്കും. നമ്മൾ ചുമ്മാ റൈഡോ. ഓ മഴയൊക്കെ തീർന്നില്ല. ഞാൻ ഇതൊക്കെ ഇൻഡിക്കേറ്ററിൽ വൈപ്പർ ഓഫ് ചെയ്തില്ല. ചുമ്മാ ഒരു ഫ്രീ മോഡ് ഗൈസ്. വെച്ചാൽ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്.
വീണ്ടും ലോഡിംഗ് മാപ്പാണെന്ന് തോന്നുന്നു. വീണ്ടും ലോഡിംഗ് മാപ്പായി. പ്ലേ ലോങ്ങർ വിത്തൗട്ട് ഫോൺ ഓവർഹീറ്റ്. അഡ്ജസ്റ്റ് വിഷ്വൽ സെറ്റിംഗ്സ് ടു കീപ് കൺസെൻറ്റ് 30 FPS. 7% ചാർജ് എൻ്റെ ഫോണിനുണ്ട്. ഇപ്പം ഇത്രയും സ്ഥലമായി. എപ്പോൾ എത്തുമെന്ന് എനിക്കറിയാം, ഒരു ഐഡിയ ഇല്ല. ഇത് ചുമ്മാ ഒരു ഫ്രീ മോഡാണെന്ന് തോന്നുന്നു. അയക്കില്ല, ഫ്രീ മോഡ് തന്നെ. അതിൻ്റെ അകത്ത് പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ചുമ്മാ സർക്കീറ്റ് അടിച്ച് കിടക്കുകയാണെന്ന് തോന്നുന്നു. സർക്കീറ്റല്ല, ചുമ്മാ കറങ്ങി നടക്കുന്നു. റിവേഴ്സ് വണ്ടിയെ കോല ഞാൻ നോക്കും. ഫുള്ള് അലമ്പാ വണ്ടി. അഴുക്കായി അഴുകണം വണ്ടി, ചളിയായി ഫുള്ള്. നമ്മുടെ പോലത്തെ അല്ലേ വേറെ ബസ്സാണ്. നമ്മുടെ അതേ ബസ്. ഞാൻ ബ്ലോക്കൊന്നും നോക്കുന്നില്ല, നേരെ കയറി പോവാണ്. മാറടേ, വഴി മാറടേ. എന്നെങ്ങാനും ചുമ്മാ നമ്മൊന്ന് കറങ്ങി നടക്കാന്ന് എനിക്ക് തോന്നുന്നു. ബസ് ചേഞ്ചിങ് എങ്ങനെയാണെന്ന് എനിക്ക് സംഭവം അറിയത്തില്ല. ഞാൻ ആപ്പ് മോഡ് ലിവറി ഇൻസ്റ്റാൾ ചെയ്തു, പക്ഷെ അത് അൺസപ്പോർട്ടഡ് ഫയൽ എന്നൊക്കെ കാണിക്കുന്ന എടുത്ത് നോക്കുമ്പോഴത്തേക്കും സംഭവം എങ്ങനെയാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പമ്പാണ്, റീഫ്യൂൽ ചെയ്യാം. ഫ്യൂല് അത് നല്ലത്. യൂസ് മണി റീഫ്യൂൽ ചെയ്യണോ വേണ്ടേ? റീഫ്യൂൽ ചെയ്യാല്ലേ, അതായിരിക്കും നല്ലത്. യൂസ് മണി. Dimulai dari angka 0 ya. ഇത് ഭാഷയാണ്. ഇത്രയും കാശാ എൻ്റെ ഇത്രയും കാശൊന്നും ഇല്ല. Terima kasih, hati-hati di jalan. കാശ് പോയില്ലേ? ഓക്കെ, നമ്മൾ ഫ്യൂല് റീഫിൽ ചെയ്തു. കാർ വാഷ് പിന്നെ പോകാതായിരിക്കും നല്ലത് തോന്നുന്നു. കാർ വാഷ് നമുക്ക് പിന്നെ ചെയ്യാം. എങ്ങോട്ടാ പോകുന്നത്? ഇവിടൊക്കെ തട്ടുന്നത് ഏതോ വണ്ടിയുടെ ബാക്കി കയറി തട്ടുന്ന ഫോർച്യൂണർ, ഹോണ്ട സിറ്റി. ഹലോ ബൈക്കുകാരാ. ഹലോ ഓമിനി. ഹലോ ഹോണ്ട സിറ്റി പോലീസുകാരാ. ഓക്കെ, നമ്മൾ എത്താറായി തോന്നുന്നു. അതോ ഇനി പോകുന്നു. വീണ്ടും കൊണ്ടുപിടിച്ച് ഹെൽത്ത് ആപ്പ് വഴി റിപ്പയർ ചെയ്യാം. പിന്നെ മറ്റേ കാർ വാഷ് പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. കാർ വാഷ് പിന്നെ നമുക്ക് പോവാം. ഐ തിങ്ക് വി ആർ ഓൾമോസ്റ്റ് ദേർ. കുറച്ച് സമയം എടുക്കും. ഞാൻ ചുമ്മാ ഈ വീഡിയോസ് എടുത്തു വയ്ക്കുക, ഇനി നിറച്ചു അപ്ലോഡ് ചെയ്യാം. അത് ഒന്നൊന്നും എൻ്റെ വേറെ അപ്ലോഡ് ചെയ്യാനും പറ്റത്തില്ല.
ഷോർട്സിലൊക്കെ എഡിറ്റ് ചെയ്തിടുവേ. ഓരോരോ കട്ട് ചെയ്ത് ഷോർട്സ് ആക്കി ഇടും ഞാൻ. ലെവൽസ് ഉള്ള ഗെയിമാണ് ഈസി, കാരണം ഓരോ ലെവലായി എനിക്ക് ഇടാൻ പറ്റും. ഇത് ഏത് വഴിയാണ് എത്താറായ? ഇത് ഏതോ കാട്ടാണെന്ന് തോന്നുന്നു. കാട്ടിക്കൂടെയാണോ പോകുന്നത്? ഏതോ കാടാണ് ഇത്. മാറടേ വഴിയെന്ന്. എത്താറായെന്ന് തോന്നുന്നു, അറിയത്തില്ല. കൺട്രോൾ പോയി. ഞാൻ സ്റ്റിയറിംഗിൽ നിന്ന് കൈ വിട്ടായിരുന്നതാ പ്രശ്നമായത്. ഇന്നെങ്ങാനും എത്തുമോ സ്ഥലത്ത്? നമ്മൾ ചുമ്മാ കറങ്ങി നടക്കുന്നതാ. ഇത് പോലീസാ. 5% ബാറ്ററി ഗൈസ്. ആള് ഇന്നെങ്ങാനും പോയി എത്തുന്നു. എൻ്റെ ഫോൺ ചെറുതായി ഒന്ന് ഹാങ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയം. ഈ മഴ വലിയ കഷ്ടമായല്ലോ. പോകട്ടെ പോകട്ടെ. വഴി മാറിതാ, വഴി മാറിത്താ, വഴി മാറിത്താ, വഴി മാറിത്താ പ്ലീസ്. ഓക്കെ, വഴി മാറി തന്നു. കൊണ്ടുപോയി ഇടിച്ചേനെ. വീണ്ടും ലോഡിങ് മാപ്പായത്. ഇന്നെങ്ങാനും എത്തൂല എന്തോ, ഇന്നൊന്നും എത്തൂലെന്ന് തോന്നുന്നു ഗൈസ്. വീണ്ടും ലോഡിങ് മാപ്പായി. To play longer without phone overheat, adjust visual settings to keep constant 30 fps. Okay. വേഗം പോയി എത്തിയാൽ മതി. ഫോണിന്റെ ചാർജർ തീരാറായതാ പ്രശ്നം. വീണ്ടും ആക്സിഡന്റ്. വണ്ടി ഫുൾ അലമ്പായി കേട്ടാ. നല്ല നിറച്ചും ചളിയും ആയി. 65% ഹെൽത്തേ ഉള്ളൂ. 50 ഒക്കെ ആയ ഇത് വീക്കാവും. എഞ്ചിനൊന്നും സ്പീഡ് വന്നിട്ടില്ല. ഇന്നെങ്ങാനും എത്തും. 77 പോകുന്നുള്ളൂ. എഞ്ചിൻ കംപ്ലൈൻ്റ് ആയി. കൊണ്ടുപോയി ഇടിച്ചുകൊണ്ട് സ്പീഡില്ല വണ്ടിക്ക്. ഓക്കെ, നമുക്ക് പോകാം. മഴ തീർന്നാ? ഓക്കെ. യോ ഓറഞ്ച് കാരേജ്. ഈ ബസ്സുകാരൻ കുറച്ച് പണി ഉണ്ടാക്കുമല്ലോ ഇയാളും കൂടെ. ഒരു വഴിയിൽ 2 ബസ്സാണ്. നന്നായി. ഇന്നെങ്ങാനും എത്തൂല എന്തോന്നാണ്. അവന്റെ വണ്ടിക്ക് ആക്സിഡന്റ് ഉണ്ടായി. വണ്ടി ഇതിന്റെ ഹെൽത്ത് നന്നായി കുറഞ്ഞു കേട്ടെ. ഒട്ടും സ്പീഡില്ല. 45 പോകുന്നുള്ളൂ. വണ്ടി ഡാമേജ് ആയി. ഡാമേജ് ആയതല്ലേ, ഞാൻ നോക്കട്ടെ ഇത് എത്ര പോകും. 45 മേലെ പോകുന്നുണ്ട്. 97 ഇപ്പം പോകുന്നു വണ്ടി. ഒരു 30 minutes ആയി ഗൈസ്. 30 minutes വേൾഡ് റെക്കോർഡ്. ഈ പെർസെൻറ്റേജ് എല്ലായിടത്തും പോയി
ആക്സിഡൻ്റ് ഉണ്ടാക്കുക. ഞാൻ 57% ഹെൽത്തായി. എനിക്ക് റിപ്പയർ ചെയ്യേണ്ടി വരും വണ്ടി. മജു ട്രാവൽസാ മഞ്ജുന്ന് ഫ്രീ പ്ലേ ആണ് കേട്ടോ. പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യുന്നൊന്നുമില്ല. അറിയാലോ ലൊക്കേഷൻ സെലക്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ തോന്നുന്നു ഇച്ചിരി വലുതായിപ്പോയി. ഫോണിൻ്റെ ചാർജ് 4 ഫോൺ 4 എൻ്റെ വണ്ടി 90 അടന്നാ. നേരത്തെ ഇത്ര പോലും പോകുന്നില്ലാന്നല്ലോ. 97 ഒക്കെ കടന്നാ. 99 100 സ്പീഡിലൊക്കെ പോകുന്നുണ്ടല്ലോ. അത് എത്ര ഒന്നും കടന്നില്ല. വെൽ സ്റ്റേഷൻ ഫ്രീ പ്ലേ ആണ്. ഇതിലും ഇത് കളിച്ചു തോന്നുന്നു പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യുന്ന മോഡാണ് തോന്നുന്നത്. ടൂർ മോഡ്, കരിയർ മോഡ്, ഇതൊക്കെ ഭയങ്കര ബോറ്. ഇത് എനിക്ക് ചുമ്മാ കളിക്കാൻ വീഡിയോ എടുത്ത് കളിക്കാൻ അത്ര പോരാ. ഇന്നെങ്ങാനും ഇത് എത്തൂല. ഇവിടെ നിന്ന് നേരെ റൈറ്റ്. അപ്പം എത്ര എൻ്റെ ചാർജ്? ഫോണിൻ്റെ ചാർജ് 3 ആയി ഗൈസ്. അയ്യോ നേരെ കയറി ഉണ്ടായിരിക്കുന്നൊരു വണ്ടി. സ്പീഡൊക്കെ വണ്ടിയുടെ ഹെൽത്ത് ഇച്ചിരി കാര്യമാണ്. ഇപ്പം നമുക്ക് നിർത്തിയാലോ വീഡിയോ? ഒരു ലിമിറ്റ്ലെസ് ആണെന്ന് തോന്നുന്നു. അതോ എൻഡ്ലെസ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് അറിയുന്നതിനൊരു വണ്ടി ഓടാൻ. പോലീസാണെങ്കിൽ എനിക്ക് ഒരു പുച്ഛമില്ല. അല്ല, എനിക്ക് ഒരു ഭയവും ഇല്ല. ഇന്നങ്ങാനും എത്തൂലേ? ഉമ്മ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. പാസഞ്ചേഴ്സിനെയും പിക്ക് ചെയ്യുന്നില്ല. ഒന്നും കിട്ടും. എനിക്ക് വല്ലതും വ്യൂസ് ഇട്ടുണ്ടെങ്കിൽ നല്ല സമയമുണ്ട് ഈ വീഡിയോ. അല്ലെങ്കിൽ ഇപ്പം എന്തോന്ന് കിട്ടുന്നു. ലോങ് വീഡിയോസിനൊക്കെ വ്യൂസ് കുറവാണ്. തോന്നുന്നു കേട്ടോ ലൊക്കേഷൻ. ഇതൊന്നും എനിക്ക് അറിയത്തില്ല. നേരെ റൈറ്റ്. ഇങ്ങോട്ടൊന്നും തിരിക്കണോ? ഓക്കെ. Congratulations, you have arrived at the Dangaro station safely. 9:42 minutes 3 seconds ഗൈസ് ആവറേജ് സ്പീഡ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഫ്രീ മോഡാണ്. ചുമ്മാ ഒന്ന് കറങ്ങി നടന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ ഇത്ര ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്. ഓ ഈ ഫോണിൻ്റെ ചാർജ്